മറിമായം. കേട്ടോ ഇതെന്താണ്? കുറേ ദിവസമായാലും ഒരു പണിയും നോക്കാം. രാഘവേട്ടന് ഇത്രയും ശുഷ്കാന്തിയോട് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല കേട്ടാ. അല്ല എന്തെങ്കിലും പെൻഡിങ് ആയിട്ടുണ്ട്. അത് കടലാസ് അയക്കണ്ട, കടലാസ് പെൻഡിങ് ആയിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സത്യം പറയണം. രാഘവേട്ടൻ നീ ഉറക്കം പോകാനായിട്ട് എന്തെങ്കിലും മരുന്ന് വല്ലതും കഴിച്ചോ? മരുന്ന് കഴിച്ചില്ല. എന്തോ കഴിച്ചു ഇല്ലെങ്കിൽ ഇങ്ങനെ എത്ര ഉഷാറായിട്ടിരിക്കൂല. അതെ 2 ദിവസമായിട്ട് നല്ല ഉറക്കാം. ഭാര്യ വീട്ടിലില്ല, മോളടുത്തേക്ക് പോയി. അതുകൊണ്ട് നല്ല ഉറക്കം കിട്ടി. അതായിട്ട് ഉഷാറ്. അത് ശരി. അപ്പൊ അതാണ് എന്നാ പിന്നെ ഭാര്യ സ്ഥിരമായിട്ട് മോളുടെ വീട്ടിലൊക്കെ നിർത്തിക്കൂടാ. സ്വസ്ഥമായിട്ട് ഉറങ്ങാല്ലേ? ശരിയാണ്, പക്ഷെ വിട്ടുപോയല്ലോ. ഹലോ ഹലോ, ഇവിടെ എങ്ങോട്ട്? അവിടെ ആരുമില്ല. സാറിന് എന്ത് കാണും? സാറ് പുറത്ത് പോയേക്കാ വേറെ ഒന്നിനും അത്യാവശ്യം ആവശ്യമായിട്ട്. എന്താ പ്രശ്നം? എന്താണ് പറയൂ. എന്തിനു കരയുന്നേ? എന്താ പേരെന്താ? എന്റെ പേരും മൊയ്തു. എന്ത് മൊയ്തു? എന്താണ് പ്രശ്നം? ഒന്ന് തുറന്ന് പറ. ഈ സർക്കാർ ഓഫീസിൽ നിന്ന് ഇങ്ങനെ കരയില്ല, ആൾക്കാർ കണ്ട നാണക്കേടാണ്. സാറേ മൊയ്തു പറ, എന്താ പ്രശ്നം പറ. എന്റെ സുഹൃത്ത് ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയത്. മോള് പോയാ? മോളല്ല, ഭാര്യയാണ്. ഭാര്യയാണോ സുഹറ? അതിനാണ് ഈ കരയട. അത് പോട്ട് ചങ്ങായി, അങ്ങനെ പോണ്ട, വേണ്ടാത്തൊക്കെ പോട്ടെന്ന്. അങ്ങനെയല്ല സാറേ, എന്നും പണി ഇതിന് കൂലി ഞാൻ ഓളെ കയ്യിൽ കൊണ്ടുകൊടുക്കണം. അങ്ങനത്തെ എന്നോട് ഓള ചെയ്തറിയ. ഇതിപ്പം ആരോടെ പോയത്? ഒക്കെ നാണക്കാനാണ് സാറേ. പോയില്ലേ? ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമല്ലോ, പറഞ്ഞോ. എന്റെ കൂടെ കയ്യാളായിരുന്നു ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ കൂടെയാ പോയത്. ഇതെന്താണെന്നറിയാമോ, ഡെയിലി പൈസ എല്ലാം കൊണ്ട് കൊടുക്കും. പക്ഷെ പോയിട്ട് വൈകുന്നേരം എണ്ണം അടിച്ചിട്ട് തെറി വിളിയൊക്കെയാണ് ഈ ടീം. അപ്പൊ ഹിന്ദിക്കാരെ അവിടെ പോയി കഴിഞ്ഞാൽ അവന്മാര് ഹിന്ദിയിൽ തെറി വിളിച്ചാലും അറിയില്ല. ഞാൻ കള്ളൂടി ഒന്നുമില്ല സാറേ. പിന്നെ ദേവോദ്രവം ഒന്നുമില്ല. അപ്പൊ ഇത് ഇവിടെ ഒന്ന് പറയേണ്ട കാര്യം എന്താണ്? അതാണ് ഞാൻ ചോദിക്കാൻ. അല്ല സാറേ, ഞാൻ മയ്യത്തായാലേ ഇവിടുന്ന് ഒരു ആനുകൂല്യം കിട്ടുമല്ലോ, അതിന്റെ അവകാശിന്റെ സ്ഥാനത്ത് ഓളപ്പേരാ. ആ അവകാശ സ്ഥാനം മാറ്റണം. ഓക്കത് കിട്ടരുത്. അല്ലപ്പോ അവള് ഒരാളെ കൂടെ ഇറങ്ങിപ്പോയതാണ്, അതുകൊണ്ട് ഇവിടുന്ന് പേര് മാറുകയൊന്നുമില്ല. അതിന് നിങ്ങളൊരു വക്കീലിനെ കാണണം. നിയമപരമായി അയാൾ എല്ലാം പറഞ്ഞു തരും. ഈ കൊണ്ടയാളുണ്ടല്ലോ, നിങ്ങളെ ഭാര്യനെ തിരിച്ചുകൊണ്ടാക്കിയാൽ അത് അതിനും വലിയ പ്രശ്നമാണ്. അതുകൊണ്ടേ ഞാൻ പറയണത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ സാധനത്തിന് അങ്ങോട്ട് ഡിവോഴ്സ് ചെയ്യുക. എന്നിട്ട് വേറെ നല്ല എന്നെ കെട്ടിട്ട് കൊണ്ടുപോകാൻ നമുക്ക് പേര് ഇവിടെ ചേർക്കാം. ഇല്ലെങ്കിൽ പൈസ ഈ കൂറയ്ക്കേ പോവുള്ളൂ. പൈസ നിങ്ങളുടെ അടുത്ത് മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്? പോയി വക്കീലിനെ കാണാൻ നോക്ക്. ചുമ്മാ ഇവിടെ നിന്ന് കരഞ്ഞോണ്ട് കാര്യം. ഞാൻ വക്കീലാണ് സാർ. പോ സന്തോഷത്തോടെ ഇരിക്കണ്ടേ? ഇങ്ങനെയുള്ള ബാധ്യതകൾ പോണല്ലേ നല്ലത്.